Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. ഇന്നത്തെ നമ്മുടെ ആപ്പിൾ ന്യൂസ് ടേബിളിൽ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസിനെയും പറ്റിയാണ്. ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് iPhone 16, അതായത് iPhone 15 അല്ല, iPhone 16 ഒരു അടിപൊളി റഗഡ് മോഡിലായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നതാണ് ആപ്പിളിൻ്റെ കുറേയധികം ലീക്സ് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഫോട്ടോയിൽ കാണുന്ന പോലെ ആ ഒരു മോഡലിലാണ് ഐഫോൺ വരുന്നതെങ്കിൽ ഒരു വേറെ ലീഗിലേക്ക് ഐഫോൺ പോകും. ഈ ചിലപ്പോൾ ഐഫോണ് ആപ്പിളിൻ്റെ ഒരു പ്രത്യേക പേരിലായിരിക്കും ഈ ഒരു ഐഫോൺ അറിയപ്പെടുന്നത്. ഇത് ഐഫോണിൻ്റെ പേര് വരാൻ ചാൻസ് ഐഫോൺ അൾട്ര എന്നായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അൾട്ര എന്ന പേരിൻ്റെ പേറ്റൻറ്റ് സാംസങ് എടുത്തിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ ആ ട്രേഡ് മാർക്ക് സാംസങ് എടുത്തിട്ടുണ്ടാവില്ല. കാരണം അവരുടെ എല്ലാ പ്രൊഡക്റ്റിനും അൾട്ര എന്ന പേരുള്ളതുകൊണ്ട് ഐഫോൺ അൾട്ര എന്ന് വന്നാൽ ചിലപ്പോൾ പ്രശ്നം വരാമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ആയിരിക്കും 2024 ഈ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഈ പറഞ്ഞ ലീക്സിലൊക്കെ നമുക്കറിയാൻ പറ്റുന്നത്. നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് iPhone 15 സീരീസിൽ എല്ലാ ഡിവൈസിലും നമുക്ക് C ടൈപ്പ് ആയിരിക്കും വരുന്നത്. അത് നോൺ പ്രോ സീരീസിൽ ലൈറ്റ്നിങ്ങിൻ്റെ സെയിം ഫാസ്റ്റ് ആയിട്ടുള്ള C ടൈപ്പും പ്രോ സീരീസിൽ കുറച്ചും കൂടെ നല്ല ബെറ്റർ ഫാസ്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ തണ്ടർബോൾട്ട് പോലെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു C ടൈപ്പ് ആയിരിക്കും വരുന്നത്. പക്ഷേ അവിടെ വരുന്ന ഒരു ചെറിയ വ്യത്യാസം എന്താ അറിയാമോ, ഈ പറഞ്ഞ ഐഫോണിൽ വരുന്ന C ടൈപ്പ് MFI ആയിരിക്കും. അതായത് ഐഫോണിൽ മാത്രമായിരിക്കും ആപ്പിളിൻ്റെ ചാർജർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. വേറെ ഒരു C ടൈപ്പ് ചാർജർ വെച്ചും ഐഫോൺ ചാർജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഇനി അതിലെന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും തിരുത്തോ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ സോഫാർ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഐഫോണിൻ്റെ ചാർജ് വെച്ച് വേറെ ഡിവൈസുകളൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല. ഓൺലി ഫോർ ഐഫോൺ എന്ന രീതിയിലാണ് ആപ്പിൾ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. നമ്മുടെ മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് iPhone 15 സീരീസിൽ എല്ലാത്തിലും നമ്മുടെ സ്വന്തം ആ ഒരു ഡൈനാമിക് തുരുത്ത്, അതായത് ഡൈനാമിക് ഐലൻഡ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതൊരു പ്രോ സീരീസിൽ ഫീച്ചറായിട്ട് ആപ്പിൾ ചിലപ്പോൾ കൊണ്ടുവരില്ല. എല്ലാ ഡിവൈസിലും നോച്ച് മാറ്റി ഒരു ഡൈനാമിക് ഐലൻഡ് കൊണ്ടുവരും. ഇനി ഒരു 3 കൊല്ലത്തേക്ക് തിരിഞ്ഞേ നോക്കണ്ട, എല്ലാ ഡിവൈസിലും ഈ പറഞ്ഞ ഡൈനാമിക് തുരുത്ത് ആപ്പിൾ കൊണ്ടുവരും ഫോർ ഷുവർ. അത് കഴിഞ്ഞിട്ടൊരു iPhone 16, 17 ആകുമ്പോഴത്തേക്കും ഇനി ചിലപ്പോൾ ഒരു പഞ്ച് ഹോളോ അല്ലെങ്കിൽ ഒരു ഇൻ ഡിസ്പ്ലേ ക്യാമറയൊക്കെ ആയിട്ട് ആപ്പിൾ ചിലപ്പോൾ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊന്നും അത് മാറ്റാൻ നോക്കണ്ട. അതേപോലെ വേറൊരു ന്യൂസ് പറയുന്നത് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2024 ആപ്പിൾ ഫോൾഡബിൾ സെക്ടറിലേക്ക് ഒരു പുതിയ ഫോൺ കൊണ്ടുവരാൻ പോകുന്നതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഓൾറെഡി സാംസങ്ങും വിവോയും കുറേ അധികം ആൻഡ്രോയിഡ് ഡിവൈസൊക്കെ ഫോൾഡബിൾ എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ നല്ല രീതിക്ക് റേഞ്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആപ്പിൾ ഇപ്പോഴും ഈ പറഞ്ഞ ഫോൾഡബിളിലേക്ക് തിരിഞ്ഞിട്ടില്ല. കുറേ അധികം ഫോൾഡബിൾ ഡിസൈനുകളുടെ പേറ്റൻറ്റ് ആപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എന്നായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്, എന്നായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത് ആപ്പിളിനും ദൈവത്തിനും മാത്രമേ അറിയാൻ പാടുള്ളൂ. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും അതേപോലെ കുറേ പേര് വെറുക്കുന്നതും ആയിട്ട് ഒരു കാര്യമുണ്ട്. അതാണ് ആപ്പിളിൻ്റെ സിറി എന്ന് പറയുന്നത്. ഇപ്പോൾ GPT പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു AI പ്രോസസ്സിംഗ് ആണ് ഈ പറഞ്ഞ GPT എന്ന് പറയുന്നത്. ഈ ഒരു GPT കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഗൂഗിൾ ഇപ്പോൾ ഒരു പുതിയ പ്രൊസസ്സർ ഇറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പുതിയൊരു എന്താ പറയുക, ഒരു അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലത്തെ സംഭവം ഇറക്കിയിട്ടുണ്ട്. ബ്രാഡ് എന്ന് പറഞ്ഞിട്ട് അതിനെപ്പോലും കോമ്പീറ്റ് ചെയ്യാനോ അതിനു വേണ്ടിയായിട്ടൊരു എന്താ പറയുക കമ്പാരിസൺ ചെയ്യാനോ ഇപ്പോൾ ആപ്പിളിൻ്റെ സിറിയിൽ ഒരു കാര്യം വന്നിട്ടില്ല. ആപ്പിളിൻ്റെ സിറി ആണ് ഇപ്പോൾ ഏറ്റവും താഴത്തേക്ക് പോയിരിക്കുന്നത്. ആ ഒരു കോമ്പറ്റീഷനിലേക്ക് വരാനായിട്ട് ആപ്പിൾ ഇപ്പോൾ ഒരു ചെറിയ എന്താ പറയുക റേസ് അല്ലെങ്കിൽ ചെറിയൊരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന്
നമുക്ക് ലീക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ ചാറ്റ് GPT-യും അതേപോലെ ഗൂഗിളിലെ ബ്രാറ്റൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു സിറിയുടെ അപ്ഡേറ്റും അല്ലെങ്കിൽ സിറിയുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് iOS 16-ന്റെ ആ ഒരു കീനോട്ടിൽ പറഞ്ഞാണ്, അല്ലെങ്കിൽ WWDC-യിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫീച്ചറാണ് ആപ്പിൾ പേ ലേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ iOS 16.3 ആയിട്ടും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വരുന്ന അപ്ഡേറ്റ്സിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രൂഫ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ എംപ്ലോയീസ് ഇപ്പോൾ ഈ ഒരു ആപ്പിൾ പേ എന്ന് പറഞ്ഞ ഫീച്ചർ അല്ലെങ്കിൽ ആപ്പിൾ പേ ലേറ്റർ എന്ന് പറഞ്ഞ ഫീച്ചർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വരുന്ന ഏതെങ്കിലും ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ ഈ ഒരു ഓപ്ഷൻ പബ്ലിക്കലി റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ അപ്ഡേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയത്. അതായത് നമ്മുടെ iOS 16.3 ഇപ്പോൾ ഒഫീഷ്യലി റിലീസ് ആയിട്ടുണ്ട്. ഈ പറഞ്ഞ OS-ലും കുറേയധികം ബഗ്ഗുകൾ ആപ്പിളിൻ്റെ എല്ലാ യൂസേഴ്സിനും, എസ്പെഷ്യലി iPhone 14 Pro സീരീസ് ഉപയോഗിക്കുന്ന 14 Proയും Pro Maxും ഉപയോഗിക്കുന്ന സീരീസിലെ യൂസേഴ്സിനാണ് വരുന്നത്. ആ ഒരു ബഗ് റിസോൾവ് ചെയ്യാനായിട്ട് iOS 16.3.1 റിലീസ് അയച്ചു, നടന്നിട്ടില്ല, വന്നിട്ടില്ല. tvOS-ഉം അതേപോലെ HomePod OS-നുമാണ് iOS 16.3.1 റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും നേരമായിട്ടും അല്ലെങ്കിൽ ഇത്രയും നാളായിട്ടും 16.3.1 ആപ്പിൾ റിലീസ് ചെയ്തിട്ടില്ല. അതേപോലെ iOS 16.4-ൻ്റെ ഒരു പബ്ലിക് ബേറ്റയോ ഒരു ഡെവലപ്പർ ബേറ്റയോ ആപ്പിൾ ഇപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ചറപറാന്ന് കുറേയധികം അപ്ഡേഷൻസ് റിലീസ് ചെയ്തു. ഈ പറഞ്ഞ ഒരു കാൽക്കുലേഷൻ ഇല്ലാത്ത പോലെയും അതേപോലെ ഒരു എന്താ പറയുക ഒരു കറക്റ്റ് കൺസ്ട്രക്ഷൻ ഇല്ലാത്ത പോലത്തെ ഒരു അപ്ഡേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ iOS 16 എന്ന് പറഞ്ഞാൽ ഫുൾ അപ്ഡേഷൻ അല്ലെങ്കിൽ ഫുൾ സോഫ്റ്റ്വെയർ നിറച്ച് ബഗ് ആവുന്നതും നിറച്ച് ക്രാഷ് ആവാനുള്ള കാരണം. നേരെ മറിച്ച് ഇപ്പോൾ ആപ്പിൾ iOS 16.4 ബേറ്റ പോലും റിലീസ് ചെയ്യാത്തത് അത്യാവശ്യം നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്തിട്ടായിരിക്കും ഇനി ആപ്പിൾ ചിലപ്പോൾ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ടാകുന്നത്. ഈ ഒരു വീക്കിൽ ചിലപ്പോൾ ഒരു ബേറ്റ iOS 16.4-ൻ്റെ ഒരു ബേറ്റ കാണാനും ചാൻസ് ഉണ്ട്. ഈ നമ്മുടെ അവസാനത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എത്ര പേര് കയറി നോക്കിയെന്ന് എനിക്കറിയില്ല. പക്ഷെ കയറി നോക്കാത്തവർ ഇപ്പോൾ തന്നെ കയറി നോക്കുക. കാരണം ആപ്പിളിൻ്റെ വെബ്സൈറ്റ് ഒഫീഷ്യലായിട്ട് ഫുള്ളായിട്ട് ഒരു പുതിയ റീഡിസൈനിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പറഞ്ഞ എല്ലാ കാര്യത്തിലും, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ പോലും ആപ്പിൾ ഫുള്ള് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ, അതായത് പെട്ടെന്ന് നമുക്കൊരു യൂസറിനും കണ്ടുപിടിക്കാൻ പറ്റുന്ന മാറ്റങ്ങളുടെ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു പുതിയ വെബ്സൈറ്റിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ പുതിയൊരു റീഡിസൈനിങ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ചെക്കൗട്ട് ചെയ്യാത്തവരും എന്തായാലും ഇപ്പോൾ തന്നെ ആപ്പിളിൻ്റെ വെബ്സൈറ്റും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാന്ന് വരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ടത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.